നമസ്കാരം. ഒരിക്കലും പരിഹരിക്കാനാകാത്ത ഒരു സഭാ തർക്കം കാരണം സിറോ മലബാർ സഭ തീരാ നാണക്കെട്ടിലേക്ക് മാറിയിട്ട് കാലമേറെയായി. എറണാകുളം അതിരൂപതയുടെ ഏറ്റവും പ്രശസ്തമായ സെൻറ് മേരീസ് ബസിലിക്ക കുർബാനകൾ അർപ്പിക്കാൻ സാധ്യമാകാതെ ഇപ്പോഴും അടഞ്ഞു കിടക്കുകയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നേതൃമാറ്റത്തിന് ശേഷമുള്ള ആദ്യ ആഴ്ചയിലെ ചർച്ചകൾ വമ്പൻ പരാജയമായി മാറിയിരിക്കുന്നു. വിമതർ കൂടി തള്ളിപ്പറഞ്ഞതോടെ ഇതാ പുതുതായി ചുമതലയേറ്റ അതിരൂപതയുടെ വികാരി ജനറൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി തൻ്റെ പത്തി മടക്കി സ്വന്തം അതിരൂപതയായ തലശ്ശേരിയിലെ അതിരൂപതയിലേക്ക് മടങ്ങി. വിമതർക്കായി അതിരൂപത തിരിച്ചു പിടിക്കുകയായിരുന്നു പാംപ്ലാനിയുടെ ബുദ്ധിയായിരുന്നു വിമത വിഭാഗവും ഔദ്യോഗിക വിഭാഗവും തമ്മിലുള്ള ആ സമവായ ഫോർമുല. അത് നടപ്പാക്കാൻ ഇറങ്ങിത്തിരിച്ച പാംപ്ലാനി വിരിച്ച വലയിൽ വീണ് രാജിവെച്ചത് എറണാകുളത്തെ ഔദ്യോഗിക ഭരണനിർവഹണ തലവനായിരുന്ന അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പിതാവായിരുന്നു. ഇതോടെ മെത്രാപ്പൊലിത്തയാക്കാൻ തൻ്റെ മുന്നിലെ ഏറ്റവും ശക്തമായ ഒരു തടസ്സവും ഒഴിഞ്ഞു കിട്ടിയെന്ന് കരുതിയ പാംപ്ലാനിക്ക് പിന്നീട് ബോധ്യമായത് എറണാകുളത്ത് തനിക്ക് കാര്യമായ അധികാരങ്ങളൊന്നും സിനഡ് നൽകിയിട്ടില്ലെന്ന്. തങ്ങൾ ആവശ്യപ്പെട്ട ഒരു കാര്യവും നടത്തിത്തരാനുള്ള അധികാരമോ അവകാശമോ വിൽ പവറോ മാർ പാംപ്ലാനിക്ക് ഇല്ല എന്ന് മനസ്സിലായതോടെ ഇനിയുള്ള ചർച്ചകൾ അധികാരമുള്ള മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവുമായി മാത്രം മതി നിലപാടിലേക്ക് അതിരൂപതയിലെ വൈദികരും വിമതരുടെ ആത്മായ മുന്നേറ്റവും എത്തിയിരിക്കുന്നു. ഇതിനിടെ അഡ്മിനിസ്ട്രേറ്റർ ഭരണകാലത്ത് വത്തിക്കാൻ നിർദ്ദേശപ്രകാരം ബിഷപ്പ് ബോസ്കോ പുത്തൂർ നിയമിച്ച അതിരൂപത കുര്യയ്ക്ക് മേജർ ആർച്ച് ബിഷപ്പ് കഴിഞ്ഞ ദിവസം നിയമനം സ്ഥിരീകരിച്ച് കത്ത് നൽകി ഒരു ഗംഭീര ടെസ്റ്റ് നൽകി. ഇത് പാംപ്ലാനി പിതാവിനെ ഞെട്ടിച്ചു കളഞ്ഞു. ബോസ്കോ പുത്തൂർ പിതാവ് രാജിവെച്ചതിന് പിന്നാലെ നിലവിലെ കുര്യയെ പിരിച്ചുവിടണം എന്നതായിരുന്നു വിമതരുടെ സമവായ ചർച്ചകളിലെ പ്രധാന ആവശ്യവും കാലങ്ങളായുള്ള ലക്ഷ്യവും. പക്ഷേ അതിനൊപ്പം കുര്യ നിർദ്ദേശപ്രകാരം മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാപിച്ച് കോടതിക്ക് മുമ്പാകെ വൈദികർക്കെതിരെ കേസുകൾ അവസാനിപ്പിക്കണമെന്നും കൂദാശ മുടക്ക് നേരിടുന്ന സസ്പെൻഷനിലായ വൈദികർക്ക് ആ മുടക്ക് പിൻവലിച്ച് വീണ്ടും കുർബാനയ്ക്ക് അനുമതി നൽകണമെന്നൊക്കെയായിരുന്നു മാർ പാംപ്ലാനിക്ക് മുന്നിൽ വിമതർ മുന്നോട്ട് വച്ച അടിയന്തരമായ ആവശ്യങ്ങൾ. ഈ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാമെന്ന് പാംപ്ലാനി വിമതർക്ക് ഉറപ്പ് നൽകിയിരുന്നു. ഇത് സംബന്ധിച്ച ധാരണാപത്രം ഉണ്ടാക്കുകയും മാർ പാംപ്ലാനി സഭാ നേതൃത്വവുമായി ഒരു ആലോചനയും കൂടാതെ ആ സമ്മതപത്രം ധാരണാപത്രം ഒപ്പിട്ട് വിമതർക്ക് നൽകുകയും ചെയ്തു. അതോടെ തീർന്നു പാംപ്ലാനിയുടെ എല്ലാ പ്രതാപകാലവും. പെർമനന്റ് സിനഡും അതിരൂപത കുര്യയും ശക്തമായ നിലപാട് ഇതിനെതിരെ എടുക്കുകയും വെറും വികാരി ജനറലായി അതിരൂപതയിൽ പ്രവർത്തിക്കാൻ മാത്രം അധികാരമുള്ള പാംപ്ലാനിയുടെ ധാരണാപത്രത്തെ തള്ളുകയും ചെയ്തു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസത്തെ വൈദിക സമരം പോലും പൊളിഞ്ഞുപോയത്. ഇതോടെ ചർച്ചകൾക്കുള്ള ഇനി അങ്ങോട്ടുള്ളൊരു അന്തരീക്ഷം പോലും ഇല്ലാത്ത അവസ്ഥയായി എറണാകുളത്ത്. ഈ സാഹചര്യത്തിൽ നിലവിൽ കുര്യയിൽ വിമത വിഭാഗത്തിൽ നിന്ന് 2 പേരെ കൂടി ഉൾപ്പെടുത്തി അന്യനിയന്ത്രണ ശ്രമത്തിലായിരുന്നു മാർ പാംപ്ലാനി. ഇപ്പോഴത്തെ കുര്യയ്ക്ക് നേതൃത്വം നൽകുന്ന ഫാദർ ജേക്കബ് ജി പാലക്കപ്പള്ളി അദ്ദേഹം വച്ചിരുന്ന പ്രോട്ടോ സിഞ്ചുലസിൻ്റെ സ്ഥാനത്താണ് ഇപ്പോൾ മാർ പാംപ്ലാനി എന്നുകൂടി ഓർക്കണം. സിഞ്ചുലസായ ഫാദർ പാലക്കപ്പള്ളിക്ക് ഒപ്പം മറ്റൊരു സിഞ്ചുലസായി ഫാദർ ജിമ്മി പൂച്ചക്കാട്ടിനെയും, കടുത്ത വിമതരാണ് ജിമ്മി പൂച്ചക്കാട്ടെന്ന് ഓർക്കണം, മറ്റൊരു യുവ വൈദികനെയും വൈസ് ചാൻസലർ പദവിയിലേക്ക് കൊണ്ടുവരാനായിരുന്നു പാംപ്ലാനിയുടെ തീരുമാനം. ഇതോടെ അതിരൂപത കുര്യയിൽ കൃത്യമായ ഇടപെടലിനും സ്വാധീനത്തിനും നിയന്ത്രണത്തിനുമൊക്കെ വിമതപക്ഷത്തിന് സുവർണ അവസരം ലഭിക്കുമെന്നായിരുന്നു മാർ പാംപ്ലാനി വിമത വിഭാഗത്തിന് നൽകിയ ഉറപ്പുകൾ. എന്നാൽ തുടർ ചർച്ചകൾ പോലും വഴിമുട്ടിയ സാഹചര്യത്തിൽ ഇതൊന്നും ഇനി സാധ്യമല്ലെന്ന് വ്യക്തമായി. ആഗോള കത്തോലിക്ക സഭയിലെ 2ാമത്തെ ഏറ്റവും വലിയ സഭയായ കേരളത്തിലെ സിറോ മലബാർ സഭ അങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുകയാണ്. വിമതരെ കൂട്ടുപിടിച്ച് വിമതർ പാംപ്ലാനിയെ കൂട്ടുപിടിച്ച് സഭാ നേതൃത്വത്തെ അട്ടിമറിക്കാൻ നടത്തി ഏറ്റവും അവസാന ശ്രമങ്ങളും പാഴായിരിക്കുന്നു. സഭാ തലവനായിരുന്ന കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ സ്ഥാനം നഷ്ടപ്പെട്ടതിന് പുറമെ പുതിയ സഭാ തലവൻ മാർ തട്ടിലിന് കർദിനാൾ പദവി നൽകില്ല എന്ന അറിയിപ്പ് കൂടി വത്തിക്കാൻ നൽകിയതോടെയാണ് ഇരുവള്ളത്തിലും കാലൂന്നിയുള്ള സർക്കസ് അവസാനിപ്പിക്കാൻ പാംപ്ലാനിയുടെയും വിമതയുടെയും സർക്കസ് അവസാനിപ്പിക്കാൻ സഭാ സിനഡ് വ്യക്തമായ തീരുമാനമെടുത്തത്. അങ്ങനെ മാർപ്പാപ്പയുടെ പ്രതിനിധിയായ പൊന്തിഫിക്കൽ ഡെലിഗേറ്റ് തൻ്റെ അധികാരം അതിരൂപതയിൽ നിർത്തുമ്പോൾ വത്തിക്കാൻ മേജർ ആർച്ച് ബിഷപ്പിന് അഡ്മിനിസ്ട്രേറ്റർ അധികാരം വിട്ടുകൊടുത്തത് കൃത്യമായ പദ്ധതിയോടെ തന്നെയാണ്. ഇത് നടപ്പിൽ വരുത്താനുള്ള തൻ്റെ ചുമതലയിൽ നിന്നും ഒഴിവാക്കണമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സിനഡിന് ആവശ്യപ്പെട്ടു. പെർമനന്റ് സിനഡിൽ നിന്നും ഒരാളെ താൽക്കാലിക ചുമതലയിൽ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരിയെ നിയമിക്കാമെന്ന നിർദ്ദേശം സിനഡിൽ ഉയർന്നുവെന്ന് മലബാർ റീജിയണിലെ ഒരു ബിഷപ്പാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത്. ചർച്ചകൾക്കൊടുവിൽ ചുമതല തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലിത്തയായ മാർ ജോസഫ് പാംപ്ലാനിൽ എത്തി നിൽക്കുകയായിരുന്നു. വിമതർക്കേറെ സ്വീകാര്യനുമായിരുന്നു ഈ പാംപ്ലാനി. എന്നാൽ സിനഡ് മാർ പാംപ്ലാനിക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഭരണ നിർവഹണത്തിനുള്ള അധികാരം നൽകിയില്ല എന്നത് ഏറെ വൈകിയാണ് പാംപ്ലാനി അറിഞ്ഞതും വിമതർ അറിഞ്ഞതും. സിനഡിന് അറിയാമായിരുന്നു ഇതേ വിമതരുടെ പത്തി തല്ലിക്കെടുത്തിയ എറണാകുളം കുരിയെ പിരിച്ചുവിട്ട് അതിരൂപത വിമതരുടെ മേൽക്കോയ്മയിലാക്കുന്ന ശ്രമങ്ങളാണ് ഇപ്പോൾ പാംപ്ലാനി നടത്തുന്നതെന്ന്. അതുകൊണ്ട് തന്നെയാണ്
പാംപ്ലാനിയെ അധികാരമില്ലാത്ത ആർച്ച് ബിഷപ്പായി ഒരു മൂലക്കിരുത്തിയതും. ഇതറിഞ്ഞ വിമതർ പാംപ്ലാനിയും കൈവിട്ടു. ഇതോടെയാണ് തിരികെ അരമനയിലേക്ക് മടങ്ങുകയല്ലാതെ പാംപ്ലാനി പിതാവിന് മുന്നിൽ മറ്റൊരു മാർഗവുമില്ലാതെ പോയത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് സഭാ സിനഡുമായും കുരിയയുമായും വിമത വൈദികർക്കും വിമത അൽമായർക്കുമൊക്കെയുള്ള ചർച്ചകൾക്കായുള്ള ഒരു അന്തരീക്ഷം തന്നെ അടഞ്ഞ അവസ്ഥയാണ്. ഏത് വിധേനയും എറണാകുളം അങ്കമാലി അതിരൂപത പിടിച്ചടക്കാമെന്ന് സ്വപ്നം കണ്ടു നടന്ന വിമത വൈദികർക്കും വിമത അൽമായർക്കുമൊക്കെ കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.